പീപ്പിൾ ഫോളോ അപ്പ്. മുഖ്യമന്ത്രിയുടെ വിവാദ ദില്ലി സന്ദർശനത്തിൽ കേരള ഹൗസ് മലക്കം മറിഞ്ഞിരിക്കുന്നു. സരിത എസ് നായരുമായുള്ള കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന ദിവസം മുഖ്യമന്ത്രി വിജ്ഞാൻ ഭവനിൽ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെന്ന് പുതിയ വിവരാവകാശ രേഖ. എം സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും ഏതൊക്കെ തരത്തിലാണ് കേരള ഹൗസിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കുന്നത്? പ്രദീപ്, 2012 ഡിസംബർ 27-ന് ദില്ലിയിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിത നായരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത്. ഈ ആരോപണമാണ് ബിജു രാധാകൃഷ്ണൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ ഈ മൊഴി നൽകിയതിനു ശേഷം അന്നേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ പരിപാടികൾ എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള വിവരാവകാശ അപേക്ഷയിൽ നേരത്തെ കേരള ഹൗസ് നൽകിയ മറുപടി ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി ഡിസംബർ 26-ാം തീയതി രാത്രി 11:30 ദില്ലിയിൽ എത്തുകയും 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിക്ക് 27-ാം തീയതി ദില്ലിയിൽ ഔദ്യോഗിക പരിപാടികൾ ഉള്ളതായി കേരള ഹൗസിലെ പ്രോട്ടോകോൾ രേഖകളിൽ കാണുന്നില്ല എന്നാണ് ആദ്യം നൽകിയ വിവരാവകാശ മറുപടി. സ്വാഭാവികമായും ഈ രേഖകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്നലെ പീപ്പിൾ TV വലിയ രീതിയിൽ തന്നെ വാർത്ത നൽകിയിരുന്നു. ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഔദ്യോഗിക പരിപാടി ഇല്ലാതെ മുഖ്യമന്ത്രി എന്തിനാണ് കേരള ഹൗസിൽ വന്നത് എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നുവെങ്കിൽ അതെന്തിനാണ് കേരള ഹൗസ് മറച്ചുവെച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം പുതിയ വിവരാവകാശ മറുപടി ഈ വിഷയത്തിൽ കേരള ഹൗസ് നൽകിയിരിക്കുന്നത്. പുതിയ വിവരാവകാശ മറുപടിയിൽ കേരള ഹൗസ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 27-ാം തീയതി ദില്ലിയിൽ ഔദ്യോഗിക പരിപാടി സന്തോഷിലേക്ക് തിരികെ വരാം. PC ജോർജ് ചേരുന്നു. ശ്രീ PC ജോർജ്, നാളെ സോളാറുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മുമ്പിൽ നിർണായകമായ ഒരു ദിവസമാണ്. ബിജു രാധാകൃഷ്ണൻ CD-കളും മറ്റ് പ്രധാനപ്പെട്ട രേഖകളും ഹാജരാക്കേണ്ട ദിവസം. കേരള ഹൗസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിവാദമായ 2012 ഡിസംബറിലെ ദില്ലി സന്ദർശനം, സരിതയുണ്ടെന്നും ഇല്ലെന്നും മുഖ്യമന്ത്രി ഉണ്ടെന്നും ഇല്ലെന്നും മാറി മാറി കളിക്കുകയാണ് കേരള ഹൗസ്. ദില്ലിയുമായി ബന്ധപ്പെട്ട് 2012 ഡിസംബറിൽ താങ്കൾക്ക് എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഉണ്ടോ കൈവശം? കൈവശം രേഖകളില്ലെങ്കിലും സരിത അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നെന്നാണ് സരിതയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാനന്ന് മനസ്സിലാക്കിയത്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറഞ്ഞെങ്കിലും കാണാനുള്ള സാഹചര്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ കേരള ഹൗസിലെ ഈ സ്ത്രീ ചെന്ന ദിവസം നമ്മുടെ ആന്റണി MP-യും അതോടൊപ്പം നമ്മുടെ ജോസ് കെ മാണി ഇവർ തമ്മിലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്റെ നാട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു. അങ്ങേര് വന്ന് അവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ സംഭവം അദ്ദേഹം പറയുന്നത്, ഈരാറ്റുപേട്ടക്കാരൻ, അദ്ദേഹം പറയുന്നത് ഇവരുമായിട്ടുള്ള കച്ചവടത്തിൽ സരിതയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇല്ലെന്ന് പറയുന്നു, കേരള ഹൗസ് ഇല്ലെന്ന് പറയുന്നു. ചിലപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഞാൻ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് പറയാം. ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി സരിതയായി അവിടെ സംസാരിച്ചു എന്ന് തന്നെയാണ്. എന്റെ ഒരു ഉറച്ച വിശ്വാസം അതാണ്. ഇപ്പോ ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് വരാൻ പറഞ്ഞാൽ എന്റെ കൈവശം ഇല്ല, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. യെസ്, താങ്കളുടെ അതിനപ്പുറത്ത് നിന്ന് പീപ്പിൾ TV കൈകാര്യം ചെയ്ത ഈ വാർത്ത ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു ഔദ്യോഗിക പരിപാടിയേ ഇല്ല മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ. ഈ 2012 ഡിസംബർ 27 എന്ന് പറയുന്ന തീയതി വിവാദമാവുകയും ചെയ്തു. ഇന്നലെ ഞങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ്. ഏറ്റവും രാത്രി വൈകി വീണ്ടും ഒരു കുറിപ്പ് പുറത്തിറങ്ങുന്നു. അന്ന് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ദില്ലിയിൽ ഉണ്ടായിരുന്നു, വിജ്ഞാൻ ഹൗസിലെ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ വരുമ്പോൾ കേരള ഹൗസ് തന്നെ വിരുദ്ധമായ വാർത്തകൾ പറയുന്നുണ്ടെങ്കിലും ഇന്ന് കൃത്യമായ വിവരം വരുന്നു, മുഖ്യമന്ത്രി ദില്ലിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് കിട്ടിയ വിവരങ്ങളും സൂചനകളും ഒക്കെ ഇന്ന് പീപ്പിൾ TV കൈകാര്യം ചെയ്യുന്ന വാർത്തയുമായി കൂട്ടിച്ചേർത്താൽ കൂടിക്കാഴ്ചയ്ക്ക് കൃത്യമായ വിവരങ്ങൾക്ക് ഇത് അടിസ്ഥാനമാകും എന്ന് കരുതേണ്ടതുണ്ടോ? യാതൊരു സംശയം വേണ്ട. എങ്ങനെ വാർത്ത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അറിവ് ശരിയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം അത് തന്നെ കേരള ഹൗസ് മാത്രമല്ലെന്ന്, VIPs മാത്രം കയറാൻ കഴിയുന്ന ഒരു സ്പോട്ടാണ്. അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പുറഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം കണ്ടത്. അത് സരിതയാണെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു സരിതയല്ല, വേറെ ഏതോ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. ആ സ്ത്രീ അന്ന് അവിടെ ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സരിതയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 100% സരിതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു മുഖ്യമന്ത്രി എങ്ങനെ പറയുമ്പോൾ അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് സരിതയാണെന്ന് തന്നെയാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് സരിതയാണ്. അത് വെറുതെ പറയുന്നതല്ല. ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുമ്പോഴും സരിത തന്നെയാണ്. മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും ആ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ഇവിടെ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാർ പറഞ്ഞതുപോലെ
സരിതയും മുഖ്യമന്ത്രിയുടെ ബന്ധം മോശമായി ചിത്രീകരിക്കപ്പെടരുത് എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ സഹാ VS-ഉം സഹാ പിണറായി വിജയനും സഹാ കോടിയേരിയും സഹാ കാരൻ രാജേന്ദ്രനും ഒക്കെ പറഞ്ഞു. ഞാനും ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആയിരിക്കരുത് എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരിക്കരുത് എന്ന് ആഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് സത്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ആയിരിക്കരുത് എന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. കാരണം ഞാൻ എങ്ങനെ ആഗ്രഹിക്കും? എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെട്ട കാര്യം എനിക്ക് അങ്ങനെ ആയിരിക്കരുത് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്റെ ബുദ്ധിമുട്ട് അതാണ്. അത് സത്യം പറയാൻ എനിക്ക് ഒരു മടിയില്ല കാര്യത്തിൽ. അത്തരത്തിൽ നിലപാട് എടുക്കുമ്പോൾ ഈ കേരള ഹൗസ് എന്തിനാണ് ഇത്തരത്തിൽ ഒളിച്ചുകളികൾ നടത്തുന്നത്? ഇന്നലെ പറയുന്നു ഇങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല, വാർത്ത വിവാദമാകുന്നു. ഇന്ന് പറയുന്നു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി, 27-ാം തീയതി ദില്ലിയിൽ ഉണ്ടായിരുന്നു, ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ വിഷയം സരിത അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഭാഗത്ത്. താങ്കൾക്കും ലഭിച്ച സൂചന പ്രകാരവും പീപ്പിൾ TV ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വാർത്ത പ്രകാരവും ഈ ആരോപണങ്ങൾക്ക് ചില സാഹചര്യ തെളിവുകൾ ഒന്നിച്ചു വരുന്നുണ്ട്. കേരള ഹൗസ് എന്തിനു ഒളിച്ചു കളിക്കണം? കേരള ഹൗസ് മുഖ്യമന്ത്രി പറയുന്നത് ഒളിച്ചു കളിക്കുകയാണ്. കേരള ഹൗസിൽ ഉദ്യോഗസ്ഥന്മാര് ആ റിസർവ് കമ്മീഷനൊക്കെ വെക്കുന്നത് ഏറ്റവും ഉമ്മൻചാണ്ടിക്ക് വേണ്ട ആളുകളെയാണ്. അതിപ്പോ നമുക്ക് കാണാമല്ലേ, ജയിൽ DGP-യെ മാറ്റിയിരിക്കുന്നത് എന്തിനാണ്? ജയിൽ DGP-യെ ബിജു രാധാകൃഷ്ണനും 2 മണിക്കൂർ ജയിൽ സൂപ്രണ്ടുമായിട്ട് സ്വകാര്യം കൊച്ചു സംഭാഷണം 2 മണിക്കൂർ. ഒരു കൊലക്കേസ് പ്രതി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് ജയിൽ സൂപ്രണ്ടിന് 2 മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കുന്നത്. ഈ ആരോപണം വന്നപ്പോൾ ജയിൽ DGP അന്വേഷണ ഉത്തരവിട്ടു. അന്വേഷണ ഉത്തരവിട്ട DGP ഇപ്പൊ പുറത്ത്. മനസ്സിലായില്ലേ? അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എന്ത് വൃത്തികേടും ചെയ്യും. അദ്ദേഹം ചെയ്ത തെറ്റുകൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ എത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കുതന്ത്രങ്ങളുടെ രാജാവാണ് അദ്ദേഹം. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കുതന്ത്രങ്ങൾ ശ്രീ PC ജോർജ് ഒന്ന് ഇടപെടുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരായ സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പറഞ്ഞു, ബിജു രാധാകൃഷ്ണൻ ഹാജരാക്കാൻ പോകുന്ന രേഖകളൊക്കെയും കൃത്രിമമാണ്. ഇതൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞ സരിത സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ തൊണ്ടവേദനയായിരുന്നു എന്നാണ് സോളാർ കമ്മീഷന് മുന്നിൽ കരഞ്ഞു പറഞ്ഞ് സമയം നീട്ടിവാങ്ങിയത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? എനിക്ക് ഒരു സമയമില്ലാത്ത കാര്യം പറയാം. സരിത അത്ര പാവവും മഠയുമാണെന്നൊന്നും ആരും കരുതണ്ട. അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുകയാണ്. അത് ഈയനും കൊള്ളരുതായ്മകളൊക്കെ അവർ സ്വീകരിച്ചുകൊണ്ട് തന്നെ നിശ്ചയിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്ക് പണം വേണം. അവരുടെ 9 കേസുകൾ തീർത്തത് പണം കൊടുത്താണ് തീർത്തത്. ഇനി 22ഓളം കേസുകളുണ്ട്. ആ 22 കേസുകൾ തീർക്കാൻ പണം വേണം. ആ പണം ആരൊക്കെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പേര് പറയുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. അതായത് ശ്രീ PC ജോർജ് ഒന്ന് ഇടപെട്ടോട്ടെ. കാരണം നേരത്തെ തന്നെ 23 പേജുള്ള കത്ത്, അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, കൂടിക്കാഴ്ചകളൊക്കെ ഇതിനു മുമ്പ് R ബാലകൃഷ്ണപിള്ള പീപ്പിൾ TVയോട് പറഞ്ഞു, ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞു, ഞാൻ കൃത്യമായ വിവരങ്ങൾ കൊണ്ടുവരും, സരിതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. അതിനുശേഷവും സരിത 7-ാം തീയതി സോളാർ കമ്മീഷൻ എത്തുന്നതിനും ഇടയിൽ നിർണായകമായ ഡീലുകൾ നടന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഡീലുകൾ നടന്നതിന്റെ ഭാഗമായിട്ടാണോ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തൊണ്ടവേദനയില്ലാത്ത സരിത സോളാർ കമ്മീഷനിൽ തൊണ്ടവേദന അഭിനയിച്ചത്? തൊണ്ടവേദന അഭിനയിക്കാൻ കാരണം അവർക്ക് അവർ ഉദ്ദേശിച്ച അത്രയും പണം വന്നിട്ടില്ല. അവരുടെ തലമുറകൾ ജീവിക്കാനുള്ള പണം മുഴുവൻ ഈ കട്ടും പൊട്ടിച്ചും ഉണ്ടാക്കുന്ന കാശല്ലേ, കള്ളുഷാപ്പുകാരൊക്കെ പിരിച്ചുണ്ടാക്കുന്ന പണമാണ്. വേറെ പിരിവ് നടക്കുന്നതായിട്ടാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. ആ കാശെല്ലാം അവർക്ക് കിട്ടണം. അവരുടെ കൈ വന്ന് ചേർന്ന് കഴിഞ്ഞ് അവരെ ഇതെല്ലാം രക്ഷിച്ച് ഇതെല്ലാം കളവാന്ന് കമ്മീഷൻ മുമ്പ് മൊഴി കൊടുക്കും. ഒരു മടി അവർക്കില്ല. കാരണം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഓട്ടപ്രദക്ഷിണ അവരെ നടത്തുന്നത്. ദയവായി താങ്കൾ ഞങ്ങളോടൊപ്പം തുടരുക. 10-ാം തീയതി നാളെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. അക്കാര്യം കൂടി താങ്കളിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. VS സുനിൽകുമാർ MLA കൂടി ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് 2012 ഡിസംബർ 27-ാം തീയതി മുഖ്യമന്ത്രിയും സരിതയും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയോ, ഇടപാടുകൾ നടത്തിയോ എന്നുള്ളത് വിവാദമായിരുന്നു. ഇല്ല എന്ന് കേരള ഹൗസ് ഇന്നലെ പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. പീപ്പിൾ TV ആ വിഷയം ചർച്ചയാക്കുകയുണ്ടായി. രാത്രി വൈകി സോളാർ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയിൽ കേരള ഹൗസ് വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. 2012 ഡിസംബർ 27-ാം തീയതി മുഖ്യമന്ത്രി ദില്ലിയിൽ ഉണ്ടായിരുന്നു. PC ജോർജ് അല്പം മുമ്പ് പീപ്പിൾ TVയോട് പറഞ്ഞു, കൂടിക്കാഴ്ച നടന്നു എന്ന് തനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ പീപ്പിൾ TV കൈകാര്യം ചെയ്യുന്ന ഈ വാർത്ത അത് അടിസ്ഥാനമാക്കുന്നു എന്നാണ്.
ഈ കാര്യത്തിൽ ആർക്കും സംശയമുള്ള കാര്യങ്ങളെല്ലാം ഒന്നും ഇവരൊക്കെ തമ്മിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചൊന്നും നാട്ടിലെ ആളുകൾക്കാർക്ക് സംശയമില്ല. പക്ഷേ ഇത് അന്വേഷിക്കേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ ഇത് നമുക്ക് പുറത്തുകൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും എല്ലാവരും ഇത് തേച്ചുമാറ്റി കളയാൻ വേണ്ടി ശ്രമിക്കുകയും ഇതിലെ പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കുന്ന ഈ സ്ത്രീ തന്നെ ഇക്കാര്യത്തിൽ സാമ്പത്തിക ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സവിശേഷത കൂടി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ചൂടേറിയ ചർച്ചകൾ സംഘടിപ്പിക്കാമെന്നല്ലാതെ ഈ കാര്യത്തിന് സത്യം പുറത്തു കൊണ്ടുവരും വളരെ ക്ലാസിക്കലായിരിക്കും. കൈരളി ചാനലിനെ പോലെയുള്ള വളരെ ഈ കാര്യത്തില് തുടക്കം മുതൽ തന്നെ ഇതിന്റെ സത്യസ്ഥിതി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നിങ്ങൾ നടത്തുന്ന അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പുറത്തു കൊണ്ടുവരും എന്ന് നമ്മളാരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ അല്പം മുമ്പ് പി സി ജോർജ് പറഞ്ഞത് സോളാർ കമ്മീഷന് മുന്നിൽ 7-ാം തീയതി സരിതാ നായർ കൃത്യമായി മൊഴി പറയണമായിരുന്നു. ഇപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് വിരുദ്ധമായ വാർത്തകൾ കേരള ഹൗസ് വരുന്നു, മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നു, അതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരുന്നു, ദില്ലിയിൽ ഉണ്ട് എന്നതടക്കം. പി സി ജോർജ് പറയുന്നു, ബാലകൃഷ്ണപിള്ള പറയുന്നു, തൊണ്ടവേദന സോളാർ കമ്മീഷനിൽ സരിതയ്ക്ക് മൊഴി പറയാൻ. മാധ്യമങ്ങളോട് ബിജു രാധാകൃഷ്ണനെ ആക്ഷേപിക്കാൻ ഒരു തൊണ്ടവേദനയുമില്ല. ഡീലുകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഡീലുകൾ ജീവിക്കാൻ വേണ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു, നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്രമാത്രം അപഹാസ്യമാണ് ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുക, പ്രതികരിക്കേണ്ടി വരുന്നത് ആവർത്തിക്കുമ്പോൾ. അല്ല, അത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം ഇതിന്റെ സത്യസ്ഥിതി എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവര് ഇതിന്റെ സാമ്പത്തികമായ താല്പര്യമാണ് അവരെ സംബന്ധിച്ച്. മാത്രമല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം അവർ മൊഴി കൊടുക്കാൻ മാറി എന്നതിന്റെ കാരണം എന്താ, ഇനി ബിജു രാധാകൃഷ്ണൻ എന്താണ് പറയുന്നത് അതിനനുസൃതമായി അടുത്ത ദിവസം അവർക്ക് മൊഴി മാറ്റി പറയേണ്ടി വരും. അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി നടത്തിയിട്ടുള്ള ആ ഗൂഢാലോചനയാണ്. അതിന് വേണ്ട ആൾക്കാരൊക്കെ ഇവരുടെ പിന്നിലുണ്ട്. ഇതിനു വേണ്ടി ഇടനിലക്കാരാവാനും മാമാപ്പടി ചെയ്യാനൊക്കെ പറ്റിയ ആൾക്കാര് ഗവൺമെന്റിന്റെ കീഴിലുണ്ട് എന്നുള്ളതുകൊണ്ട് അവര് പിന്നെ വളരെ വ്യക്തമായി സാമ്പത്തികമായ സ്രോതസ് അവർക്കുള്ളതുകൊണ്ട് ഇതിനെല്ലാം പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാണല്ലോ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 4 കൊല്ലമായിട്ട്. അപ്പൊ ഇവരിപ്പോ വീണ്ടും നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. യെസ്, ദയവായി താങ്കൾ തുടരുക. പി സി ജോർജിലേക്ക്. ശ്രീ പി സി ജോർജ്, നാളെ നിർണായകമായ ദിവസമാണ് സോളാർ കമ്മീഷനിൽ. ബിജു രാധാകൃഷ്ണൻ, താങ്കൾ പറയുന്നു സരിതയും ഉമ്മൻചാണ്ടിയും കൂടിക്കാഴ്ച നടത്തി. നാം അത്തരം വിഷയങ്ങൾ വരുന്നത് അതിന്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ടാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ദില്ലിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള തർക്കത്തിന് പരിസമാപ്തിയായിരിക്കുന്നു. 27-ാം തീയതി 2012 ഡിസംബറിൽ മുഖ്യമന്ത്രി ദില്ലിയിൽ ഉണ്ടായിരുന്നു. ബാക്കി ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ പറഞ്ഞതുമായി കൂട്ടി വായിക്കുമ്പോഴാണ് താങ്കൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കൂടിക്കാഴ്ച നടന്നു എന്ന് താങ്കൾക്ക് കിട്ടിയ വിവരത്തിന് സ്ഥിരീകരണം വരുന്നു, തെളിവാകുന്നു. നാളെ ഏറ്റവും നിർണായകമായ ദിവസമാകുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ബിജു രാധാകൃഷ്ണൻ തെളിവുകളായി സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കുമോ ശ്രീ പി സി ജോർജ്? ഞാൻ 1% പോലും ബിജു രാധാകൃഷ്ണൻ സത്യസന്ധമായി എന്തെങ്കിലും കാര്യം കമ്മീഷൻ പറയുന്നത് കരുതുന്നില്ല. അതിന് കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത കളിയുടെ ഭാഗമാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ പൊട്ടറൊന്നുമല്ല, വളരെ ബുദ്ധിശാലിയും കൗശലക്കാരനും കുടില ബുദ്ധിക്കാരനുമാണ്. ഈ ജയിലിലെ സൂപ്രണ്ട് ഇയാൾ ബിജു രാധാകൃഷ്ണനായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി 2 മണിക്കൂർ കൊണ്ട് കുറെ ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കമ്മീഷനിൽ അയാൾ മൊഴി കൊടുത്തത്. ആ മൊഴി അടിസ്ഥാനത്തിൽ നാളെ അയാളെ വിസ്തരിക്കുമ്പോൾ യാതൊരു സംശയം അയാൾ പറയും ഇത് മുഴുവൻ എനിക്ക് ഒരു തെളിവുമില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതോടുകൂടി ഉമ്മൻചാണ്ടി അയ്യോ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞോ, മനസ്സിലായില്ലേ, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞേ എന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങും. ഇതാണ് ഉദ്ദേശം. ഇന്നലെ മലയാള മനോരമ പത്രം, ഉദാഹരണം പറയാം, മലയാള മനോരമ പത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു ലേഖനമുണ്ട്. ആ ഒരു വാർത്ത, ആ വാർത്തയിൽ ഓൾ കേരള എഡീഷനാണ്. ആ വാർത്തയിൽ കോട്ടയം ജില്ലയിൽ വന്ന വാർത്തയിൽ അത് ഹെഡിങ്ങിന് അടിയിൽ പി സി ജോർജ് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. പക്ഷെ പി സി ജോർജിനെ പറ്റി ഒരു സെന്റൻസ് പോലും കോട്ടയം ജില്ലയിലെ പത്രത്തിലില്ല. എന്നാൽ എറണാകുളം ജില്ലാ എഡീഷൻ നോക്കിയപ്പോൾ പി സി ജോർജ് മുൻകൂർ ജാമ്യം എടുത്തെന്നും അതായത് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ജയിൽ DGP ആയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ചെയ്യിച്ചതാണെന്നും ഉമ്മൻചാണ്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും പറഞ്ഞ് ഞാൻ പ്രസ്താവന നടത്തിയെന്ന് ബാക്കി എല്ലാ ലോകം മുഴുവനുള്ള മനോരമയിലുണ്ട്. കോട്ടയം ജില്ലയിൽ അതില്ല. എന്തുകൊണ്ട്? ആ മനോരമ പത്രത്തിൽ ആ വാർത്ത പോലും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. കോട്ടയം ജില്ലയിൽ പി സി ജോർജിന്റെ പേര് സബ് ഹെഡിങ്ങിലുണ്ട്. സബ് ഹെഡിങ് മാറ്റാൻ പറ്റിയില്ല. സബ് ഹെഡിങ് അപ്പൊ പലരും കോട്ടയം ജില്ലയിൽ തന്നെ വിളിച്ച് പി സി ജോർജിന്റെ ഭാര്യ സബ് ഹെഡിങ് ഉണ്ട്. പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതെന്താ
അപ്പൊ ഞാൻ എറണാകുളത്ത് വിളിച്ചപ്പോ എറണാകുളത്ത് ഞാൻ പറഞ്ഞ അതേപടി എഴുതിയിട്ടുണ്ട്. ഞാൻ പത്രധർമ്മത്തിനകത്ത് വരുന്ന ഒരു മര്യാദകരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. മനസ്സിലായോ? യെസ്, അത്തരം ധർമ്മം നിലനിൽക്കുമ്പോൾ തന്നെ സോളാർ കമ്മീഷന് മുന്നിലും ഇത്തരം ധർമ്മങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരുടെ അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ക്യൂരിയോസിറ്റിയായ ഒരു ചോദ്യം നാളത്തെ അതാണ് ഏറ്റവും പ്രധാനം. 6 ക്ലിപ്പുകളിൽ 6ഉം ഹാജരാക്കുമോ? അതിൽ ഒരു ക്ലിപ്പ് ആരുടേതാണ്? ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. താങ്കൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഈ ക്ലിപ്പുകളൊക്കെ ഉണ്ടോ പി സി ജോർജ്? അത് ഹാജരാക്കുമോ? ഒരു സംശയമില്ലാതെ പറയാം. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ക്ലിപ്പിങ്ങൾ ഉള്ളതാണ്. ഉണ്ടെന്നുള്ളത് തെളിവെന്താന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് മുഴുവൻ പിടിച്ചെടുത്തതാണ്. ഇത് മുഴുവൻ സരിതയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സരിത തന്നെ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നുള്ള അവരുടെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ് മുഴുവൻ പിടിച്ചെടുത്ത കൂട്ടത്തിൽ പോയ ഞാൻ മായ്ച്ചു കളഞ്ഞ ഒരു ഭാഗമാണ് ചാനലിൽ വന്നത്. അത് അവരുടെ തന്നെ വളരെ മോശമായ പടങ്ങൾ. അപ്പൊ അതെങ്ങനെ വന്നു, അതെങ്ങനെ കൊടുത്തു എന്ന് അറിയണമല്ലോ. ഇതുവരെ ഇതൊന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അത് 6 ഉണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഉണ്ടോ ഇല്ലയോ അത് നാളെ അയാൾ പറയട്ടെ, പറയുമ്പോഴേ അറിയാൻ പറ്റൂ. അല്ല അത് ശരീരത്തിൽ നിന്ന് അയാൾ കസ്റ്റഡിയിലെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ പുറത്ത് പറഞ്ഞാൽ അത് തെളിവായി സ്വീകരിക്കാൻ കഴിയും. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. യെസ്, വളരെ നന്ദി ശ്രീ പി സി ജോർജ്. അതാണ് എല്ലാവരും കാത്തിരിക്കുന്നതും. നാളത്തെ ദിവസം താങ്കൾ പറയുന്നു ആ ക്ലിപ്പുകൾ ഉണ്ട്, അത് ബിജു രാധാകൃഷ്ണൻ ഹാജരാക്കുമോ ഹാജരാക്കില്ലയോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട കാര്യം. ശ്രീ വി എസ് സുനിൽകുമാർ, നാളത്തെ ദിവസത്തിന്റെ നിർണായകതയാണ് പി സി ജോർജ് പറയുന്നത്. രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ അതിബുദ്ധിയായി മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ അതിബുദ്ധി രക്ഷയാകുമോ ശിക്ഷയാകുമോ? യെസ്, ഏറ്റവും നിർണായകമായ ദിവസം നാളെ സോളാർ കമ്മീഷന് മുന്നിൽ വരുമ്പോൾ ബിജു രാധാകൃഷ്ണൻ തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ സരിതയും മുഖ്യമന്ത്രിയുമായി ദില്ലിയിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ബിജു രാധാകൃഷ്ണന്റെ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിൽ വിവരാവകാശ രേഖകൾ പുറത്തു വരുന്നു. 2012 ഡിസംബർ 27 മുഖ്യമന്ത്രി ദില്ലിയിലുണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അന്ന് സരിതയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി എന്ന് പി സി ജോർജ് പീപ്പിൾ ടി വിയിൽ വ്യക്തമാക്കുന്നു. എം സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, പി സി ജോർജ് പറഞ്ഞത് പ്രകാരം ഈ കൂടിക്കാഴ്ചകൾക്ക് സ്ഥിരീകരണം വരുന്നു. ആ തരത്തിൽ തന്നെയാണോ സന്തോഷിന് ലഭിച്ചിട്ടുള്ള രേഖകൾ ഇപ്പോൾ വെളിവാക്കുന്നത്? പ്രദീപ്, ഈ കാര്യത്തിൽ കേരള ഹൗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരസ്പര വിരുദ്ധമായ വിവരാവകാശ മറുപടി, അതുകൂടാതെ നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദില്ലി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ദില്ലിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തേണ്ടി വരും. കാരണം വിജ്ഞാൻ ഭവനിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിലായി കേരള ഹൗസ് അധികൃതർ നൽകുന്ന വിവരാവകാശ രേഖയിൽ ഉള്ളത്. ഈ സമയത്ത് ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടവേളയിൽ വെച്ച് വിജ്ഞാൻ ഭവനിൽ വെച്ച് തന്നെ സരിതാ നായരും ഉമ്മൻചാണ്ടിയും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണവുമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധേയമായ വിഷയം, ഈ കാര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ദില്ലിയിലെ കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ ഓഫീസ് എന്തിനാണ് ഇത്തരത്തിൽ കള്ളം പറയലുകളും മലക്കം മറിച്ചിലും നടത്തുന്നത് എന്നുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. കാരണം ഇന്നലെ മറ്റൊരു വിഷയം കൂടിയുണ്ട്, അത് ചർച്ച ചെയ്യാതെ പോകരുത്. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ പേഴ്സണൽ സ്റ്റാഫ് ആരും താമസിച്ചിരുന്നില്ല എന്നായിരുന്നു നേരത്തെ നൽകിയ വിവരാവകാശ രേഖയിലെ മറുപടി. എന്നാൽ പുതിയ വിവരാവകാശ രേഖയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത റൂമിൽ പേഴ്സണൽ സ്റ്റാഫ് താമസിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആദ്യം നൽകിയ എല്ലാ ഉത്തരങ്ങളും തെറ്റാണ് എന്ന് പറയുന്നു, രണ്ടാമത് നൽകിയതാണ് ശരി എന്നാണ് ഇപ്പോൾ കേരള ഹൗസ് അധികൃതർ ലഭ്യമാക്കുന്ന വിവരം. പ്രദീപ്. യെസ്.